ശബരിമല നട തുറന്നതോടെ സന്നിധാനത്തേക്ക് തീർത്ഥാടക പ്രവാഹം. ഭക്തർക്ക് സുഖദർശനത്തിനുള്ള സൗകര്യമാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ പറഞ്ഞു. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് പൂർണ്ണ സജ്ജമാണെന്ന് ADGP ശ്രീജിത്ത് കൈരളി ന്യൂസിനോട് പറഞ്ഞു. വെള്ളിയാഴ്ച വൈകിട്ട് 4-ന് നട തുറന്നപ്പോൾ ശരണമന്ത്രങ്ങളാൽ സന്നിധാനം മുഖരിതമായി. വലിയ തിരക്ക് ഇക്കുറി അനുഭവപ്പെടുമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിലയിരുത്തൽ. ഇത് കണക്കിലെടുത്ത് വിപുലമായ ക്രമീകരണമാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് മന്ത്രി വി.എൻ. വാസവൻ. സന്നിധാനത്തെ സ്ഥിതിഗതികൾ നേരിൽ കണ്ട് വിലയിരുത്തിയ ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ച് തീർത്ഥാടകർ വളരെ സമൃദ്ധിയോടെയാണെന്ന് നട തുറന്നപ്പോൾ തന്നെ ദർശനം ഉറപ്പാക്കി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ സുഗമമായി ദർശനം നടത്താനുള്ള സൗകര്യമാണ് ഫലപ്രദമായ രൂപത്തിൽ ഗവൺമെൻറ്റും ബോർഡും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പം കാണാം. മറ്റേതൊരു കാലഘട്ടത്തേക്കാൾ ഉപരി ഇത്രയേറെ വിപുലവും വിശാലവുമായ സൗകര്യങ്ങളുണ്ടായ ഒരു കാലഘട്ടവും ഉണ്ടാവില്ല. അതാണ് ഇന്ന് തീർത്ഥാടകർ സമൃദ്ധിയോടുകൂടി മടങ്ങുന്ന സന്ദർഭം ഉണ്ടായിട്ടുള്ളത്. അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരക്ക് വർദ്ധിച്ചാൽ അത് നിയന്ത്രിക്കാൻ പോലീസ് സജ്ജമാണെന്ന് ADGP എസ് ശ്രീജിത്ത് പറഞ്ഞു. ദർശനത്തിനെത്തുന്ന ആരെയും മടക്കി അയക്കില്ല. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ബുക്കിംഗ് വർദ്ധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ വളരെ ഇപ്പോൾ മന്ത്രി അദ്ദേഹം ഇവിടെ ഉണ്ട്. ഇന്നലെ DG നേരിട്ട് വന്ന് ഇവിടെ അവലോകനം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നമുക്ക് 16-ാം തീയതി 14,000 ചിലവനും ആൾക്കാരുടെ സ്ഥാനത്ത് കൊല്ലം 70,000+ ആണ്. പക്ഷെ നമ്മൾ പൂർണ്ണമായി തയ്യാറാണ്, സുസജ്ജമാണ്. നമ്മളിപ്പോൾ തന്നെ ദർശനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 1 മിനിറ്റിൽ 85 പേര് വെച്ച് 18 മണി കയറ്റാൻ സാധിച്ചിട്ടുണ്ട്. ഈ തോത് നമുക്ക് ഇതുപോലെ നിലനിർത്താൻ സാധിച്ചാൽ നമുക്ക് ആകുലപ്പെടേണ്ട ഒരു വിഷയങ്ങളും ഈ തീർത്ഥാടനത്തിൽ ഉണ്ടാവും നമുക്ക് തോന്നുന്നില്ല. നട തുറന്ന വെള്ളിയാഴ്ച പൂജകൾ ഉണ്ടായിരുന്നില്ല. 18-ാം പടിക്ക് താഴെയുള്ള ആഴിയിൽ അഗ്നി തെളിയിച്ചതോടെ പടി ഭക്തർക്കായി തുറന്നുകൊടുത്തു. ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ, ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് എന്നിവരുടെ നേതൃത്വത്തിൽ അവസാനവട്ട ക്രമീകരണങ്ങൾ വിലയിരുത്തി. ക്യാമറമാൻ ജയപ്രകാശിനൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, സന്നിധാനം.